വെറുതെ ഇരിക്കുമ്പോൾ വിറച്ചിരിക്കണം എന്നാണല്ലോ പഴമൊഴി. ലഹഡാത്തുവിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് സിലാം എന്ന മനോഹരമായ ഒരു മഴക്കാട് ഭാഗത്തെത്താം. മലനിരകളും നിബിഡ വനങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ മേഖലയാണിത്. ട്രക്കിങ്ങിനും പക്ഷി നിരീക്ഷണത്തിനും മറ്റും ഏറെ അനുയോജ്യമായ പ്രദേശം. വർഷങ്ങളായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ള ഒരു സുഹൃത്ത് ഇപ്പോൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കാണുകയും ചെയ്യാം, സിലാമിനെ ഒന്ന് അടുത്തറിയുകയും ചെയ്യാം. മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ തന്നെ ഞാൻ അവിടെ എത്തി. ഇടതോർന്നു വളർന്ന സമൃദ്ധമായ ഓയിൽ പാം എസ്റ്റേറ്റുകളും തിമൂർ വംശജരുടെ അങ്ങിങ്ങായുള്ള കുടിലുകളും കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ജൈവ വൈവിധ്യത്തിന് പ്രസിദ്ധമാണ് സിലാം. അപൂർവയിനം പക്ഷികൾ, വിവിധ സസ്യവർഗങ്ങൾ, കണ്ടൽക്കാടുകൾ എന്നിവ ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സമുദ്രതീരങ്ങളും പാറക്കെട്ടുകളും കാണപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ പ്രധാന ആകർഷണം 884 മീറ്റർ ഉയരമുള്ള മൗണ്ട് സീലാം തന്നെയാണ്. കാടും പുല്ലും വേഗത്തിൽ വളരുന്ന ഈ പ്രദേശത്ത് നല്ല റോഡുകളും കെട്ടുറപ്പുള്ള പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. മലിനമാക്കപ്പെടാത്ത ശുദ്ധജലം ഒഴുകുന്ന അരുവികൾ സത്യം പറഞ്ഞാൽ ഇക്കാലത്തെ വലിയ അത്ഭുതം തന്നെയാണ്. പരിസരത്തൊന്നും വീടുകളോ ആൾത്താമസമോ ഇല്ലാത്ത ഒരിടത്ത്, തീർത്തും ഒറ്റപ്പെട്ട സ്ഥലത്ത് താഴെ ഒരു ചെറിയ ഫാമിലിയും മുകളിൽ എന്റെ സുഹൃത്തും താമസിക്കുകയാണ്. ഒരു കോഴിവളർത്തൽ കേന്ദ്രം നോക്കി നടത്തുകയാണവർ. ഒരു ചെറിയ നാടൻ കെട്ടിടം, മുകളിലേക്ക് കയറാൻ മരത്തടികളാൽ നിർമ്മിച്ച ഒരു ഗോവണിയുണ്ട്. വെയിലും മഴയും കൊണ്ട് ജീർണിച്ചു തുടങ്ങിയോ എന്നൊരു സംശയം, ഭയാശങ്കകൾ ഉണ്ടെങ്കിലും അതിലൂടെ ഞാൻ മുകളിൽ കയറി. ഇവിടെ മരത്തടി മണ്ണിൽ എത്ര കാലം കിടന്നാലും ചിതൽ തിന്നു നശിപ്പിക്കുകയില്ല എന്നത് നമുക്ക് കൗതുകം ജനിപ്പിക്കുന്ന അറിവാണ്. വിശാലമായ തൊടിയിൽ സുഹൃത്ത് നട്ടുപിടിപ്പിച്ച പച്ചക്കറിത്തോട്ടം ഞാൻ മുകളിൽ നിന്നും വീക്ഷിച്ചു. പച്ചമുളക്, കയ്പവള്ളി, ചുരക്കവള്ളി, മുരിങ്ങ, കാച്ചിൽ എല്ലാം സമൃദ്ധമായി വളരുന്നുണ്ട്. വാഴ, പപ്പായ എന്നിവയെല്ലാം കുരങ്ങുകൾ നശിപ്പിക്കുകയാണത്രേ. അങ്ങിങ്ങായി കായ്ഫലമില്ലാത്ത തെങ്ങുകളും കണ്ടു. എല്ലാം കുരങ്ങുകളുടെ കളികൾ കൊണ്ട് നശിച്ചുപോയതാകാം. എങ്ങു നിന്നോ വന്ന് അവിടെ താമസമാക്കിയ ഒരു അമ്മപ്പൂച്ചയും 2 കുഞ്ഞിപ്പൂച്ചകളുമുണ്ടായിരുന്നു അവിടെ. അവരിലൊരാൾ മരത്തിനു മുകളിൽ കയറിയിരുന്ന് കാര്യമായി എന്തോ നിരീക്ഷിക്കുകയാണ്. അല്ലെങ്കിലും ഈ പൂച്ചസാറന്മാര് വേറെ ലെവലാണല്ലേ. നമ്മൾ മേലെ നിൽക്കുമ്പോ സുഹൃത്ത് താൻ വളർത്തുന്ന ആടുകൾക്ക് എന്തോ തിന്നാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഇവയുടെ പരിചരണം ക്ഷമ ശീലിക്കാനും സമാധാനം ലഭിക്കാനും വളരെ ഗുണപ്രദമായ കാര്യമാണ്. പ്രവാചകന്മാരാരും ആടുമേക്കാതിരുന്നിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. പലയിടത്തായി മുട്ടയിട്ട് അടയിരിക്കുന്ന തള്ളക്കോഴികളെ കണ്ടപ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലം തിരിച്ചുകിട്ടിയ പോലെ തോന്നി. ഫാമിൽ വളർത്തുന്നതല്ലാത്ത നാടൻ കോഴികളൊന്നും കൂട്ടിലല്ല കഴിയുന്നത് എന്നത് വളരെ കൗതുക കാഴ്ചയായിരുന്നു. നല്ല ഇണക്കമുള്ള ആ കോഴികൾക്ക് അപരിചിതരെ പോലും പേടിയില്ല എന്നതും അതിശയകരമായി തോന്നി. നേരം ഇരുട്ടിത്തുടങ്ങിയപ്പോൾ കോഴികൾ മരച്ചില്ലകളിലും മറ്റും വിശ്രമം ആരംഭിച്ചു. അതിൽ നിന്നും ഒരു ഇടത്തരം കോഴിയെ പിടിച്ച് സുഹൃത്ത് താഴേക്ക് പോയി. ഇന്നത്തെ കറി ഈ കോഴിയാണ്. കോഴിയെ അറുത്ത് തോലൊക്കെ പൊളിച്ച് പാകപ്പെടുത്തി സുഹൃത്ത് കറി തയ്യാറാക്കി തുടങ്ങി. നല്ലൊരു നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. കഴിയുന്ന പോലൊക്കെ ഞാനും സഹായിച്ചു. അപ്പോഴേക്കും താഴെ താമസിക്കുന്ന ചെറിയ കുട്ടികൾ അവിടേക്ക് വന്നു. ചെറിയ കളികളിലേർപ്പെട്ടിരിക്കുന്ന അവരോടൊപ്പം കുറച്ചു നേരം ഞാനും ചിലവഴിച്ചു. Loro pergi tahu kah? Lora? Lor, pergi tahu? Apa ni? Kau pergi tahu kah? ഭക്ഷണം ഏതാണ്ട് റെഡിയായി. കുട്ടികൾ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വന്നു. സുഹൃത്തും ഞാനും കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചു. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് നേരം പുലർന്നു ഞാൻ ലഹഡാത്തുവിലേക്ക് തിരിച്ചു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടേക്ക് വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്കായി കിണറുകളോ മറ്റോ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്നതാണ്. ദൂരെ മലമുകളിൽ നിന്ന് എല്ലായ്പ്പോഴും ഉറവ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഹോസ് വഴി ടാങ്കിലേക്ക് അത് ക്രമീകരിച്ചു വെച്ചിട്ടുമുണ്ട്. കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഇത് ധാരാളമാണ്.
നല്ല തണുപ്പുള്ള പ്രകൃതിദത്തമായ ജലം. അതിരാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ടാണ് ഞാൻ അവിടം ഇടുന്നത്. ഇരുവശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ സിലാമിന്റെ കാനനവീഥി പ്രകൃതി സ്നേഹികൾക്ക് ഒരു ഉജ്ജ്വല വിരുന്നായിരിക്കും. ഡാർവെൽ ബേയുടെ തീരപ്രദേശമാണ് സിലാം. ഡാർവെൽ ഉൾക്കടലിൽ നിരവധി ചെറു ദ്വീപുകളുണ്ട്. പവിഴപ്പുറ്റുകളും ലഗൂണുകളുമുള്ള ഡാർവെൽ ബേയുടെ ആകാശക്കാഴ്ച അതിമനോഹരമാണ്. മൗണ്ട് സീലാം വ്യൂ പോയിന്റിൽ നിന്നും ഇത്തരം ഹൃദ്യമായ കാഴ്ച കാണാമെന്നത് തന്നെയാണ് മൗണ്ട് സീലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്കോട്ട്ലൻഡിലെ ഡാർവെൽ പട്ടണത്തിന്റെ പേര് ഈ ഉൾക്കടലിന് നൽകിയത് ബ്രിട്ടീഷ് നാവികനാണെന്ന് ചരിത്രം പറയുന്നു. 1963 വരെ ഈ പ്രദേശം ബ്രിട്ടീഷ് കോളനിയായിരുന്നുവത്രേ. എന്റെ സീലാം യാത്ര എന്ന ഈ ചെറു വിവരണം ഇവിടെ അവസാനിക്കുന്നു. സ്നേഹപൂർവ്വം, ഫൈസൽ, വടപുറം.